ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് HDFC ബാങ്ക്. HDFC ബാങ്കിൻ്റെ ഷെയർ മാർക്കറ്റ് വാല്യൂവിൽ വലിയൊരു കുറവ് സംഭവിച്ചു. 1,34,000 കോടി രൂപ ദിവസങ്ങളുടെ ഇടയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നഷ്ടമായി. ഇത് സംഭവിച്ചത് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ടോ ഒരു മോശം ഫിനാൻഷ്യൽ പെർഫോമൻസ് കൊണ്ടോ അല്ല. ബാങ്കിൻ്റെ ഗവർണൻസിൽ വന്ന ചെറിയ ചില വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഈ ഒരു നഷ്ടം സംഭവിച്ചത്. ഹായ്, ഞാൻ ശ്രീനാഥ്. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ട് HDFC ബാങ്കിൻ്റെ ഷെയർ മാർക്കറ്റ് വാല്യൂവിൽ ഇത്തരമൊരു കുറവ് സംഭവിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് HDFC ബാങ്ക്. സാധാരണഗതിയിൽ വളരെ സ്റ്റേബിളും വളരെ ട്രസ്റ്റഡുമായിട്ടുള്ള ഒരു ബാങ്കിങ് ഓർഗനൈസേഷൻ. എന്തുകൊണ്ടാണ് ഈ ഒരു ഓർഗനൈസേഷനിൽ ഇത്രയും വലിയൊരു നഷ്ടം സംഭവിച്ചത്? ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ആദ്യമായി ബാങ്കിൻ്റെ ഇൻ്ററിം ചെയർമാൻ അത്താനു ചക്രവർത്തിയുടെ റെസിഗ്നേഷനാണ്. എത്തിക്കൽ ഡിഫറൻസസ്, ഇതാണ് അദ്ദേഹം റിസൈൻ ചെയ്തപ്പോൾ കാരണമായി പറഞ്ഞത്. ബാങ്കിൻ്റെ ഗവർണൻസ് സ്റ്റാൻഡേർഡ്സും അദ്ദേഹത്തിൻ്റെ എത്തിക്കൽ വാല്യൂസും തമ്മിൽ മാച്ച് ചെയ്തു പോകുന്നില്ല എന്നാണ് അദ്ദേഹം പിന്നീട് സൈറ്റ് ചെയ്തത്. സീനിയർ ലീഡർഷിപ്പിൽ ഇത്തരമൊരു റെസിഗ്നേഷനും അതിന് ഇത്തരമൊരു കാരണവും കൂടിയാകുമ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉയർന്നു തുടങ്ങും. ബാങ്ക് ഇൻറ്റേർണലി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. ഇൻവെസ്റ്റിഗേഷനൊടുവിൽ 3 ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു. നിരവധി പേർ ഇൻറ്റേർണലി ആക്ഷനും ഫേസ് ചെയ്തു തുടങ്ങി. ഇതിൻ്റെ പ്രൈമറി കോസായിട്ട് കാണപ്പെടുന്നത് AT1 ബോൺസിൻ്റെ മിസ് സെല്ലിംഗ് ആണ്. AT1 ബോൺസ് എന്നാൽ ക്രെഡിറ്റ് സ്വിസുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ട് കിടക്കുന്ന ബോണ്ടുകളാണ്. ഇത്തരം ബോണ്ടുകൾ ബാങ്കിൻ്റെ ദുബായ് ബ്രാഞ്ച് വഴി NRI ഇൻവെസ്റ്റേഴ്സിന് വിൽക്കപ്പെട്ടു. ക്രെഡിറ്റ് സ്വിസ് 2023 ഒരു ക്രൈസിസ് ഫേസ് ചെയ്ത സമയത്ത് ഈ ബോണ്ടുകൾ റൈറ്റ് ഓഫ് ചെയ്ത് ഇതിൻ്റെ വാല്യൂ 0 ആക്കപ്പെട്ടതാണ്. ഒരു വാല്യൂവില്ലാത്ത ബോണ്ടുകൾ NRIസിന് വിറ്റപ്പോൾ അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നഷ്ടപ്പെട്ടു. ദുബായിലെ റെഗുലേറ്ററി അതോറിറ്റീസ് ഈ സെയിലിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ഇൻ്ററിം ചെയർമാൻ്റെ റെസിഗ്നേഷൻ, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിൻ്റെ ടെർമിനേഷൻ, AT1 ബോൺസിൻ്റെ മിസ് സെല്ലിംഗ്, ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ കൺസേൺ കൂടി, ചോദ്യങ്ങൾ കൂടി, ഷെയർസ് വിറ്റു തുടങ്ങി. ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം, സാധാരണക്കാർ ഇതുകൊണ്ട് കൺസേൺഡ് ആവേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഇല്ല എന്ന് വേണം പറയാൻ. HDFC ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഈ ഷെയർ വാല്യൂവിലെ കുറവ്, ഇതിന് കാരണം ഒരു മോശം ഫിനാൻഷ്യൽ പെർഫോമൻസോ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസോ അല്ല, ഗവർണൻസിലെ ചെറിയൊരു ചേഞ്ച് മാത്രമാണ്. ബാങ്ക് KK മിസ്ത്രിയെ അവരുടെ ഇൻ്ററിം ചെയർമാനായി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ബാങ്ക് അവരുടെ ഈ ഒരു ഗവർണൻസ് ഇഷ്യൂ സോർട്ട് ചെയ്ത് വീണ്ടും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഗവർണൻസിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. എന്തുകൊണ്ട് HDFC ബാങ്കിൻ്റെ ഷെയർ മാർക്കറ്റ് വാല്യൂവിൽ ഇത്തരമൊരു കുറവ് സംഭവിച്ചു എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ താങ്ക് യു.